ആദ്യത്തെ ചോദിച്ചത് ഒരു വിദേശ വനിത കേരളത്തിൽ വന്നാൽ തുറച്ചു നോക്കുന്ന എന്ന് നിൽക്കുന്ന ആദ്യം സ്വദേശികളെ കുറിച്ച് നോക്കുന്ന നിർത്തട്ടെ. ഞാൻ ഇത്രയും നേരം നമ്മുടെ നാടിനെ കുറിച്ച് നല്ലത് ആണ് പറഞ്ഞത്. എനിക്ക് അറിയാം, എന്നെ ആ പഴയ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോയി വേണ്ടെന്ന് വെച്ച് ഞാനിങ്ങനെ കാണിച്ചിരിക്കുകയായിരുന്നു. എന്നെ പ്രകോപിപ്പിക്കുകയാണ്, മറയിച്ച് അടങ്ങും അല്ലേ. നമുക്കറിയാം വേറെ വഴികളില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ സിവിക് സെൻസ് എന്ന് പറയുന്നത് തീർച്ചയായും കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി 1-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നഴ്സറി ക്ലാസ് മുതൽ കുട്ടികളിലേക്ക് ഇത് പകർന്നു കൊടുക്കല്ലാതെ വേറൊരു വഴിയില്ല. ഞാൻ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ പലപ്പോഴും പരിചയപ്പെടുന്ന ആളുകൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അവിടെ ചെന്ന് നമുക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന കൂടുതലും ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള നാട്ടിൽ മാന്യൻ എന്ന് കരുതുന്ന ഒരാള് യൂറോപ്പിലൊക്കെ ചെന്നിട്ട് അങ്ങും ഇങ്ങും നോക്കിയിട്ട് കാണിക്കുന്ന തോന്നിയാസങ്ങൾ ചെറുതൊന്നും അല്ല. അല്ലെങ്കിൽ കാനഡയിൽ ചെന്ന് നമ്മുടെ ആളുകൾ ചെറുപ്പക്കാർ ചെന്നിട്ട് അവിടുത്തെ ആ സംവിധാനത്തെ ഒക്കെ പ്രശ്നത്തിലാക്കാറുണ്ട്. പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ അങ്ങനെ ഒരു സ്വഭാവമുള്ളവനായി മാറിയെങ്കിൽ അവനെ രൂപപ്പെടുത്തിയ സംവിധാനത്തിന്റെ കുഴപ്പമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പം നമുക്കറിയാം എൻ്റെ സ്വഭാവം ഇങ്ങനെയായി പോയത്, അത് ഞാൻ മാറ്റാൻ ശ്രമിച്ചാലും മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയുണ്ട്. അത് ബാല്യം മുതൽ നിങ്ങളെ എങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം, കുടുംബ പശ്ചാത്തലം ഇതെല്ലാം ചേർന്നുണ്ടായതാണ്. അപ്പോൾ ഒരു മനുഷ്യനെ മാറ്റണമെങ്കിൽ ഉത്തമമായ ഒരു വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധ്യമാകുള്ളൂ. അത് എന്ന് മുതലെന്ന് ചോദിച്ചാൽ ഇന്ന് മുതലെങ്കിലും അത് തുടങ്ങണം. ആ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം വേദികളിലും അല്ലെ സഫാരിയിലെ പല പരിപാടികളിലൂടെ, സഞ്ചാരത്തിലൂടെ, സഞ്ചാരിയുടെ ഏർക്കുറിപ്പിലൂടെ എന്നെപ്പോലുള്ള ആളുകളും ഒക്കെ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റം വരുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ഞാനത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ചിലർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുട്ടി എൻ്റെ വീട്ടിൽ വന്നു. ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ആ കുട്ടി അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സ് അവിടെ എടുക്കാൻ വെച്ചിട്ടുണ്ട്, എടുക്കുന്നു, കഴിക്കുന്നു. ഈ കുട്ടി സ്വമേധയാ 3-ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടി ചെന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഈ സ്വീറ്റ്സിൻ്റെ കടലാസ് വാങ്ങിച്ചിട്ട് അവൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുന്നു. അപ്പോൾ ഞാനിത് അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ടാണ് അവൻ ഇതിവിടെ വന്നപ്പോൾ ചെയ്തതെന്നറിയാമോ? നിങ്ങളുടെ പരിപാടി കണ്ടിട്ട് അവൻ അത് വീട്ടിലൊരു ശീലമാക്കി. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അങ്ങനെയാണ്. ഒരു 3-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആ ബോധം ഉണ്ടായി തുടങ്ങിയെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരിൽ ആ ബോധം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് വേണമെന്ന് ഇപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ, നിങ്ങൾ ചെറുപ്പക്കാരനാണ്, നിങ്ങൾ ഒരു വലിയൊരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവർക്ക് ചെറിയൊരു പ്രചോദനം കൊടുത്താൽ, ഒരു ദിശാബോധം കൊടുത്താൽ കേരളം മാറും, ഇന്ത്യ മാറും, പുറത്തുള്ള പേരുദോഷവും മാറും.